പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉത്ഥാനത്തിന് ശേഷമുള്ള ഈ കാലയളവിൽ പ്രത്യേകമായി നമ്മൾ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനും പെന്തക്കോസ്ത തിരുനാളിനും വേണ്ടി ഒരുങ്ങുകയാണ്. ജൂൺ 1-ാം തീയതിയാണ് ലത്തീൻ കത്തോലിക്ക സഭ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ കൊണ്ടാടുന്നത്. ജൂൺ 8-ാം തീയതിയാണ് പെന്തക്കോസ്ത തിരുനാൾ. അതുവരെയുള്ള സമയം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഉദ്ധിതൻ നമ്മുടെ കൂടെ നടക്കുന്ന കാലമാണ്. ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഇത് 10-ാമത്തെ ദിവസമാണ്. ഇതിനൊരു 30 ദിവസം കൂടി കർത്താവ് സ്വർഗാരോഹണം അതിൻ്റെ തിരുനാൾ വരെ നമുക്കുണ്ട്. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന ഈ കാലയളവിൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. നമ്മളിപ്പോൾ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉദ്ധിതനുണ്ടാകും. 1-ാം വായനയിൽ അവർ ആദിമ ക്രൈസ്തവ സമൂഹം അവർ എല്ലാം പങ്കുവച്ചും പ്രാർത്ഥിച്ചും ഒരേ മനസ്സോടുകൂടെ ആയിരുന്നത് പോലെ നമുക്ക് തീർത്ഥാടകരായ നമുക്ക് ഒരേ മനസ്സോടുകൂടെ പരിശുദ്ധ ബലി അർപ്പിക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. കൂടുതൽ ദൈവാനുഗ്രഹം ഈ പരിശുദ്ധ ബലിയർപ്പണം വഴി, ഈ തീർത്ഥാടനം വഴി, ഈ പെസഹ കാലം വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ
കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉദ്ധിതനായ കർത്താവിൻ്റെ ശക്തി പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. അങ്ങനെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച ഞങ്ങൾ ദൃശ്യമായ ദാനങ്ങൾ ഗ്രഹിക്കാൻ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ബർണബാസ് എന്ന അപരനാമത്തിൽ അപ്പോസ്തലന്മാർ വിളിച്ചിരുന്നവനും, ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്, സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ്. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലംഘനീയവുമാണ്. കർത്താവെ, പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു നിക്കദേമോസിനോട് അരുൾ ചെയ്തു, വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കദേമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം.
ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നലെ കേട്ടത് വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇപ്പോൾ ഇന്നത്തെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയാണ് കർത്താവിനെ നമ്മൾ പ്രഘോഷിക്കണം, കർത്താവിനെ നമ്മൾ ഏറ്റുപറയണം. അതാണ് നമ്മളിങ്ങനെ നമ്മുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ സ്വസ്ഥമായിട്ട് പോകാൻ പറ്റില്ല. ഉദ്ധിതനായ കർത്താവിനെ നമ്മൾ ഏറ്റുപറയണം. ഇന്നത്തെ ഒന്നാം വായനയിലെ നടപടി പുസ്തകം 4:33 അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരുടെ എല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ദൗത്യമാണ് നമ്മുടെ. കർത്താവിനെ പ്രഘോഷിക്കണം. ഇങ്ങനെ മരുഭൂമിയിൽ മോശ ഉയർത്തിയതുപോലെ ഈശോയും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ ഒരു വചനം. യോഹന്നാൻ്റെ സുവിശേഷം 3:14 14-15 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12:32 ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന നല്ലൊരു വചനമാണ്: ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. നമ്മൾ 3 തരം ഉയർത്തപ്പെടൽ, ഈശോയുടെ 3 തരം ഉയർത്തപ്പെടൽ നമ്മൾ ഫേസ് ചെയ്യുകയാണ്. ഏപ്രിൽ 18 ഈശോയുടെ മരണം, ദുഃഖവെള്ളിയാഴ്ച, മരണത്തിരുന്നാൾ നമ്മൾ ആചരിച്ചത്. അപ്പോൾ കുരിശിൽ ഉയർത്തപ്പെട്ടു. ഏപ്രിൽ 20 ഉയർപ്പ് തിരുനാൾ, ഈസ്റ്റർ. അപ്പോൾ കല്ലറയിൽ നിന്ന് ഉയർത്തപ്പെട്ടു. ഇനി 40-ാം ദിവസം ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും, ആരോഹണം ചെയ്യപ്പെടും, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടും. അപ്പോൾ ഈ ഉയർത്തപ്പെടുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ഈശോ ഇങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു ഇറക്കമുണ്ട്. മനുഷ്യാവതാരം ഒരു ഇറക്കമാണല്ലോ. ഈശോ ഇറങ്ങി വന്നു. ഇനി ഈശോയുടെ പീഡാസഹനവും കുരിശും മരണവും, പീഡ സഹിച്ച് മരിക്കുന്നത്, ഏറ്റവും നിന്ദനയേറ്റ് മരിച്ചു, അത് അപമാനിതനാക്കപ്പെട്ടു. അപ്പോൾ ഈശോ താഴ്ന്നു വന്നു, ശരിക്കും താഴ്ന്നു വന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 2-ാം അധ്യായം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അത് കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. പിന്നത്തെ വചനം പറയുന്നത് ഉയർത്തപ്പെടുന്നതിനെ കുറിച്ചാണ്. ആകയാൽ ദൈവം അവൻ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായ എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉയർത്തപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളും ഉയർത്തപ്പെടും. നമ്മൾ ഉയർത്തപ്പെടും. ഈശോ താഴ്ന്നു വന്നതുകൊണ്ട് ഉയർത്തപ്പെട്ടു. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു താഴ്ചയുടെ കാലഘട്ടമാണെങ്കിൽ സങ്കടങ്ങളുടെയും പരാധീനതകളുടെയും തടസ്സങ്ങളുടെയും രോഗങ്ങളുടെയും കടബാധ്യതകളുടെയും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെയും, ഒരുവനിപ്പോൾ രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചത്, അച്ഛാ ഭയങ്കര ഒരു അസ്വസ്ഥത. എന്താണ് അസ്വസ്ഥത എന്ന് പറയുന്നില്ല, ഭയങ്കര അസ്വസ്ഥത, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു താഴേക്ക് പോയി എന്ന് തോന്നുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവ് ഉയർത്തപ്പെട്ടുവെങ്കിൽ നമ്മളെയും കർത്താവ് ഉയർത്തും എന്നൊരു ആശയം, ഒരു സന്ദേശം നമുക്കുണ്ട്. ഇത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് നമ്മളോട് പറയുന്നുണ്ട്. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മളെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ നമ്മളെ സുഖപ്പെടുത്തും, അവിടുന്ന് നമ്മളെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. അപ്പം ഈശോ ഉയർത്തപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, മരുഭൂമിയിൽ അവർ
അവർ ദൈവത്തെ അനുസരിച്ചില്ല. അപ്പോൾ ആഗ്നേയ സർപ്പദംശനമേറ്റ് എല്ലാവരും മരിച്ചു വീണു. അവർ മോശയോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. മോശയ്ക്ക് ദൈവം ഒരു അടയാളം കൊടുത്തു, പിത്തള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തുക. അത് സംഖ്യാപുസ്തകം 21-8-9 വാക്യമാണ്. അങ്ങനെ ഉയർത്തിയ സർപ്പത്തെ നോക്കിയവർ രക്ഷ പ്രാപിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. അതുപോലെ നമ്മൾ ഉയർത്തപ്പെടും, നമ്മൾ രക്ഷപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഈ രഹസ്യങ്ങൾ, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉത്ഥാനം, ഈശോയുടെ സ്വർഗാരോഹണം, ഇത് ഇങ്ങനെ ഉയർത്തപ്പെട്ട് നിർത്തുന്നത് നമ്മൾ ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏറ്റു പറയണം, വേറെ വഴിയില്ല. ഏറ്റു പറയണം, നമ്മൾ ഏറ്റു പറഞ്ഞേ പറ്റൂ. ഈശോയുടെ കുരിശുമരണത്തെ ആരാധിച്ചേ പറ്റൂ, ഈശോയുടെ ഉത്ഥാനത്തെ പ്രകീർത്തിച്ചേ പറ്റൂ, ഈശോയുടെ സ്വർഗാരോഹണത്തെ നമ്മൾ ഏറ്റു പറയണം, ആരാധിക്കണം. ഇത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. സകല മുട്ടുകളും മടങ്ങുന്നതിനും സകല നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-9 വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം ഒന്ന് നമ്മൾ മുട്ടുമടക്കണം, ഇല്ലേ? മുട്ടുമടക്കണം. 2 ഏറ്റുപറയണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വളരെ ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശയതലത്തിൽ അങ്ങനെ പോവും. വളരെ വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കൂദാശ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മുട്ടുകുത്തും, മുട്ടുമടക്കുന്നതിന് വേണ്ടി. അത് കുമ്പസാരിക്കാൻ വേണ്ടി നമ്മൾ ആരോഗ്യമുള്ളവരെല്ലാവരും മുട്ടുകുത്തിയാണ് കുമ്പസാരിക്കുന്നത്. ഈ മുട്ടുമടക്കുന്നത് കുമ്പസാരത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് ഈശോയുടെ കുരിശുമരണം വഴി പാപമോചനം തന്നു. അത് നമ്മുടെ സ്വന്തമാകുന്നത് കുമ്പസാരത്തിലൂടെയാണ്. അല്ലെങ്കിൽ ഈശോയുടെ കുരിശുമരണം എവിടെയോ സംഭവിച്ച ഒരു കാര്യം മാത്രമായി അവശേഷിക്കും. ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യത നമ്മിലേക്ക് അത് സ്വന്തമായി വരുന്നത് നമ്മൾ കുമ്പസാരിക്കുമ്പോഴാണ്. അപ്പൊ കുമ്പസാരത്തിലൂടെ ഈശോയെ നീ കുരിശിൽ മരിച്ച് എനിക്ക് പാപമോചനം തന്നു എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പൊ കുമ്പസാരത്തിലൂടെ നമുക്ക് കർത്താവിനെ വളരെ വ്യക്തമായി ഏറ്റുപറയാം. കാരണം ഏറ്റുപറഞ്ഞാൽ രക്ഷയാണ്. ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലും, ഭൗതിക മേഖലയാകട്ടെ ആത്മീയ മേഖലയാകട്ടെ, നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ പിതാവേ സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഒന്നും ചോദിച്ചില്ല, എനിക്കിന്നത് വേണം. പലരും കുമ്പസാരം പെട്ടെന്ന് നടത്തിയിട്ട് അച്ഛൻ ഉപദേശം കൊടുക്കുന്നതിൻ്റെ ഇടക്ക് കയറി ഇടപെട്ട് അച്ഛാ വീട്, അച്ഛാ ജോലി, അച്ഛാ കുഞ്ഞ് എന്നിങ്ങനെ പറയും. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിയാൽ കുമ്പസാരത്തിൽ പാപങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, ഒന്നും ചോദിക്കണ്ട, പാപങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ധൂർത്തപുത്രൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഈശോയുടെ ദൈവത്തിന്റെ മുമ്പിൽ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷെ അവനെല്ലാം കിട്ടി. വസ്ത്രം, ഭക്ഷണം, ചെരിപ്പ്, സമാധാനം, പിതാവിന്റെ സ്നേഹം, സ്വസ്ഥത എല്ലാം തിരിച്ചു കിട്ടി. അപ്പോൾ ദൈവത്തെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അതിനെക്കുറിച്ച് ബോധമുള്ള പിള്ളേര് പരീക്ഷ വരുമ്പോൾ ഒരുക്ക കുമ്പസാരം നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ഇന്റർവ്യൂ ഒക്കെ വരുമ്പോഴും വീട് വെഞ്ചരിപ്പൊക്കെ വരുമ്പോഴും മക്കൾ അതിനെക്കുറിച്ച് ബോധമുള്ള കുടുംബം അത് കുടുംബസമേതം പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അത് പങ്കുചേരുന്നത്. അപ്പോൾ മുട്ടുമടക്കണം. അത് ഈ വിധത്തിലും നമ്മൾ മുട്ടുമടക്കണം കർത്താവിന്. കുമ്പസാരമൊന്നും നീണ്ടുപോകരുത്. ഇനി കുർബാന സ്വീകരണത്തിൽ ലാറ്റിൻ ക്രമത്തിൽ ഈശോയുടെ തിരുശരീരം എന്ന് പുരോഹിതൻ പറഞ്ഞത് നീട്ടുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അതുവഴി കർത്താവിന് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പോൾ സകല മുട്ടുകളും മടക്കുന്നതിനും സകല നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടി. ഇത് നമ്മൾ ജീവിക്കണം. ഇത് ജീവിക്കാൻ ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച ആചരണം ഒന്നും മുടക്കില്ല. കാരണം ഞായറാഴ്ച ആചരണം ഉത്ഥാനത്തിന് തുല്യമാണ്, ഉത്ഥാന ദിവസത്തിന് തുല്യമാണ്. അതുകൊണ്ടാണ് റോമൻ കത്തോലിക്ക സഭയിൽ ഞായറാഴ്ച നോയമ്പ് ആചരിക്കാൻ പാടില്ല. ഇത് പറയുന്നത് അത് ഉത്ഥാനത്തിന് തുല്യമായ ദിവസമായതുകൊണ്ടാണ്. അപ്പോൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരാള് ഈശോയുടെ മരണത്തെയും ഈശോയുടെ ഉത്ഥാനത്തെയും ഈശോയുടെ രഹസ്യങ്ങളെയെല്ലാം ഹൃദയത്തിൽ വിശ്വസിക്കുന്നയാള് ഞായറാഴ്ച പള്ളി പോകാതിരിക്കില്ല. കാരണം അവന്റെ ജീവന്റെ ഭാഗമാണ്. ആദിമസഭയുടെ കൂട്ടായ്മയുടെ ഐക്യം നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഇത് ഒരുമിച്ച് വന്ന് പങ്കുചേരുന്നതും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതും അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക്
എളുപ്പത്തിൽ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു കാര്യം സാധിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നാളുകളിൽ നിങ്ങൾക്ക് ഏറ്റുപറയാം. ഈ കർത്താവിൻ്റെ ഉയർത്തപ്പെടലെ 3 കാര്യങ്ങളാണല്ലോ: കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഇനി കർത്താവ് താഴ്ന്നു വന്നത് മനുഷ്യാവതാരം, പീഡാസഹനം. അപ്പോൾ ഇത് 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു ജോലി കിട്ടണം, വിദേശത്ത് പോകണം. എനിക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചവനെ, എനിക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റവനെ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തവനെ. അത് ഓർഡറായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചവനെ, എനിക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റവനെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്തവനെ, എനിക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തവനെ, എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണമേ. അങ്ങനെ ചോദിച്ചാൽ കിട്ടും. കാരണം നമ്മളത് ഏറ്റുപറയുകയാണല്ലോ. ഇപ്പോൾ വീട്ടിൽ അമ്മ ഒരു കറി വെച്ചു, അടിപൊളി കറിയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പലഹാരം ഉണ്ടാക്കി. അപ്പോൾ വീട്ടിലുള്ള ജീവിത പങ്കാളിയും മക്കളും ചേർന്നിട്ട് പറയാണ്, അമ്മ സൂപ്പറായിട്ടുണ്ട്, അമ്മ അടിപൊളിയാണ്, ഇന്നത്തെ കറി, ഇന്നത്തെ പലഹാരം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും. അപ്പോൾ അതുപോലെയാണ് ദൈവപിതാവ് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഈ പ്രോജക്റ്റ് നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി: ഈശോയുടെ മനുഷ്യാവതാരത്തെ പ്രതി, ഈശോയുടെ പീഡാസഹനത്തെ പ്രതി, ഈശോയുടെ കുരിശുമരണത്തെ പ്രതി, ഈശോയുടെ ഉത്ഥാനത്തെ പ്രതി, ഈശോയുടെ സ്വർഗാരോഹണത്തെ പ്രതി, കർത്താവേ എനിക്കൊരു കൊച്ചിനെ തരണമേ, കർത്താവ് എനിക്കൊരു ജീവിത പങ്കാളിയെ തരണമേ, കർത്താവ് എനിക്ക് കടബാധ്യത മാറ്റിത്തരണമേ, കർത്താവ് എനിക്കൊരു വീട് തരണമേ, കർത്താവേ എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നടക്കും. അതിനു വേണ്ടിയിട്ടാണ്, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവപിതാവ് ഈശോയെ ഇങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ രഹസ്യം എവിടെയെങ്കിലും തലക്ക് മുകളിലൂടെ പോകാതെ, എവിടെയോ വിദൂരത്ത് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ചിന്തിക്കാതെ, ഇത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമായി എന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. പരീക്ഷിച്ചു നോക്കൂ. നമുക്ക് ഈ സമയം കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന്, വിശ്വാസ പ്രമാണമൊക്കെ ഇത്ര അടിപൊളി പ്രാർത്ഥനയായി മാറിയിരിക്കുന്നത് കൊണ്ടാണ്. കർത്താവെ ഞാനങ്ങനെ വിശ്വസിക്കുന്നു, അത് ഏറ്റുപറയുന്നത് കൊണ്ടാണ്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതെപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളൊരു വചനം: പെരുവെള്ളത്തിൽ പാതയൊരുക്കിയവനെ, സമുദ്രത്തിൽ വഴിവെട്ടിയവനെ. അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരൊറ്റ വചനമാണത്. പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും. ഇത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇത് ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവം ചെയ്ത കാര്യത്തെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട്. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനെ. ഒന്ന് ചേർന്ന് പാടാം. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയ ദൈവമക്കളെ, രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കുറുക്കുവഴിയാണിത്. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ മറിയം ഇത്ര അനുഗ്രഹീതയായി മനുഷ്യരുടെ ഇടയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ?
ഈശോയുടെ കുരിശിൻ ചുവട്ടി നിന്നുകൊണ്ട് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചത് കൊണ്ടാണ്. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാദാ ഈടുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി, കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും അൾത്താരവേദിയിൽ അർപ്പിതമാകാൻ ഞങ്ങൾ ഒരുക്കിടും അപ്പവും വീഞ്ഞും. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പെസഹ രഹസ്യങ്ങൾ വഴി ഞങ്ങളെന്നും കൃതജ്ഞതാ നിർഭരരായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാന്തത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണമില്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസ
ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു.
ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും
നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. മറ്റൊരു കാര്യം ഞങ്ങൾ പറച്ചിൽ നിർത്തിയതാണ്. ഇവിടെ അനധികൃതമായ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ മുട്ടിന് നിരങ്ങുന്ന പാതയിൽ നിങ്ങൾ കാണും കുറേ മനുഷ്യർ കയ്യിൽ ഈ തൊട്ടിൽ ചരട് മറ്റ് കാര്യങ്ങളൊക്കെ വിൽക്കുന്നത്. ഇത് ഒരു ദുരാചാരമാണ്. തൊട്ടിലൊരു മരത്തിൽ കെട്ടിയാൽ കൊച്ചുണ്ടാവില്ല. ഇവിടെ ഏതെങ്കിലും മരത്തിന് ഏതെങ്കിലും പ്രത്യേകതയുണ്ടോ? ദിവ്യവൃക്ഷങ്ങളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ അനധികൃതമാണ്. നമുക്ക് ഇല്ല, ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇങ്ങനെ വഴിയിൽ നിന്ന് കച്ചവടം നടത്താൻ ഈ തീർത്ഥാടന കേന്ദ്രം ആരെങ്കിലും നിയോഗിക്കുമോ? അപ്പം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, അത് നമുക്ക് അനുഗ്രഹം. നമ്മൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് അനുഗ്രഹമല്ല. വെറുതെ കയ്യിൽ നിന്ന് പൈസ കളയാൻ വേണ്ടി മാത്രം. അപ്പം അവർ ചാടി നമ്മുടെ മുന്നിൽ വീഴും. വിവേകം ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പറ്റിക്കപ്പെടുന്നവർ ഏത് സ്ഥലത്തും പറ്റിക്കപ്പെടും, എവിടെ ടൂർ പോയാലും. അപ്പോൾ പറ്റിക്കപ്പെടാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിന്ന് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല, പാഴാണ്. അത് ഇവിടെ റക്ടറച്ചൻ അത് പറഞ്ഞു. അതായത് മലയാളികൾ കുറച്ചുകൂടി അതിൽ വീണ് പോകുന്നുണ്ട്. നമ്മളതൊരു ലോജിക്കലായിട്ട് ചിന്തിക്കണ്ടേ. അത് വാങ്ങിക്കരുത്, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കുമ്പസാരവും കുർബാന സ്വീകരണം ഇല്ലാതെ നേർച്ചകളിൽ വീണ് പോകുന്നത് വലിയ തെറ്റാണ്. ദൈവത്തിന് സങ്കടമാണ്. നിങ്ങളാദ്യം കുമ്പസാരിക്കൂ, കുർബാന സ്വീകരിക്കൂ, ഞായറാഴ്ച ആചരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പെട്ടെന്ന് വന്നു ചേരും. അതുപോലെ തന്നെ പ്രധാന ദേവാലയം, ബസലിക്ക ദേവാലയം, അവിടെ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ ഇന്ന് അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞ കാര്യമാണ്, അത് കാലും നീട്ടിവെച്ച് അവിടെ ഇരിക്കുക. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് പ്രാർത്ഥിച്ച് പോകുന്നൊരു സ്ഥലമാണല്ലോ, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അവിടെ വേറെ ശുശ്രൂഷകൾ ഒന്നുമില്ല, രാവിലെ 6 മണിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, അവിടെ നമ്മളിങ്ങനെ സുഖിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കരുത്, പ്രാർത്ഥിച്ച് പെട്ടെന്ന് പോരുക. കുറേ പേർക്ക് എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾ വരികയല്ലേ ഇന്ത്യയുടെ, അവർക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണ്ടേ. അപ്പോൾ നമ്മളവിടെ കാലം നീട്ടിവെച്ച ആളുകൾക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ മലയാളികൾ നമ്മൾ കുറച്ചുകൂടി അത് പ്രയോജനപ്പെടുത്തണം, അത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കിപ്പോൾ ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ഈ പരമപരിശുദ്ധ വിനിമയം ഞങ്ങൾക്ക് ഇഹലോകത്തിൽ സഹായം പ്രദാനം ചെയ്യുകയും
നിത്യാനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.